ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു കാൻഡില ലേണിംഗ്സ്. സോ എക്സാം ആയിട്ട് എല്ലാവരും പഠിക്കുന്ന തിരക്കിലായിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. 10th കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ചാപ്റ്ററിനെ നമുക്ക് 2 ഭാഗമാക്കി മാറ്റാം. അതിൽ ഫസ്റ്റ് പാർട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സെക്കൻഡ് പാർട്ട് പീരിയോഡിക് ടേബിൾ. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷെൽസ് അല്ലേ. ഷെൽസിനെ എങ്ങനെ സബ് ഷെല്ലായിട്ട് മാറ്റുന്നു എന്നാണ് ഫസ്റ്റ് പഠിക്കാനുള്ളത്. പിന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ് ഷെൽസിൽ എത്ര ഇലക്ട്രോൺസ് വരുന്നുണ്ട്, മാക്സിമം അക്കോമഡേഷൻ കപ്പാസിറ്റി ഒക്കെ എന്താണെന്നാണ് സെക്കൻഡിൽ പഠിക്കുന്നത്. പിന്നെ പഠിക്കാനുള്ളത് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിട്ടുണ്ട്. ഇനി പഠിക്കാനുള്ളത് സബ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പിന്നെ പെക്യൂലിയാരിറ്റി ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ ആൻഡ് ക്രോമിയം. ക്രോമിയത്തിനും കോപ്പറിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, പെക്യൂലിയാരിറ്റി ഉണ്ട്. അത് എന്താണെന്നാണ് പിന്നെ ആ പോർഷനിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് പോർഷൻ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾസിൽ ബ്ലോക്സ് എന്താണെന്നും അവ എങ്ങനെയാണ് ബ്ലോക്സ് ആയിട്ട് തിരിച്ചിട്ടുള്ളതെന്നും എസും പിയും ഡിയും എഫും ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടീസും ക്യാരക്ടറിസ്റ്റിക്സും ആണ് ആ പോർഷനിൽ പഠിക്കാനുള്ളത്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. സോ ഷെൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ബോർ അറ്റോമിക് മോഡൽ പഠിക്കുന്ന സമയത്ത് എനർജി ലെവൽസിനെ ഷെൽസ് ആക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പഠിച്ചു അല്ലേ. ഈ ഷെൽസിലാണ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ. ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച ഷെൽസ്? കെ ഷെല്ലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എൽ ഷെല്ലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എം ഷെല്ലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പിന്നെ എൻ ഷെല്ലിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അവർ അറേഞ്ച് ചെയ്തിരുന്നത്? ന്യൂക്ലിയസിൻ്റെ അടുത്ത് ആദ്യം കെ ഷെല്ലായിരുന്നു അല്ലേ, പിന്നെ എൽ, പിന്നെയാണ് എം, അതിൻ്റെ ശേഷം എൻ ഷെല്ലാണ് പഠിച്ചിട്ടുള്ളത്. സോ ഈ രീതിയിലായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കാർബൺ നോക്കൂ. കാർബണിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഒരു ന്യൂട്രൽ ആറ്റത്തിൽ? 6 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ആ 6 ഇലക്ട്രോൺസിനെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? കെ ഷെല്ലിൽ എത്രയായിരുന്നു മാക്സിമം കപ്പാസിറ്റി? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ആയിരുന്നു അല്ലേ. സോ 1 2, ബാക്കി 4 ഇലക്ട്രോൺസ് ഉണ്ട്. അത് 4ഉം ഏത് ഷെല്ലിലാണ് വരുന്നത്? എൽ ഷെല്ലിലായിരുന്നു വരുന്നത്. 1 2 3 4. ഓക്കെ. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? K2 L4, K2 L4, 4 + 2 6 ഇലക്ട്രോൺസ് ഉണ്ട് കാർബണിൽ. പിന്നെ നമ്മൾ എന്തായിരുന്നു അവിടെ പഠിച്ചിട്ടുള്ളത്? ന്യൂക്ലിയസിൻ്റെ ദൂരം കൂടും തോറും, അതായത് ഷെൽസ് വലുതായി വലുതായി വരും തോറും, ന്യൂക്ലിയസിൽ നിന്ന് ദൂരം പോകും തോറും ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇതെന്താണ്? ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആക്കി മാർക്ക് ചെയ്യാണ്. ഡിസ്റ്റൻസ് കൂടും തോറും ആ എനർജി ലെവൽസിൽ, ആ ഷെൽസിൽ വരുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടിക്കൂടി വരും. എനർജി ഇൻക്രീസസ് അല്ലേ. പിന്നെന്താ? ആ ഇലക്ട്രോൺസും ദൂരെയുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? കുറഞ്ഞു വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പഠിക്കാനുള്ളത് ഈ ഷെൽസിനെ നമ്മൾ എന്താക്കി സബ് ഡിവൈഡ് ചെയ്യാണ്? സബ് എനർജി ലെവൽസ് ആയിട്ടുള്ള സബ് ഷെല്ലാക്കി മാറ്റാണ്. സോ ഏതൊക്കെയായിരിക്കും സബ് ഷെല്ല് വരുന്നത്? നമുക്ക് എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അവിടെ നിൽക്കോ? ഇല്ല, വീണ്ടും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷെൽസും N വരെ മാത്രമല്ല ഉള്ളത്, കൂടുതലുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ N വരെ പഠിക്കാനുള്ളൂ. ഷെൽസിൻ്റെ കേസിൽ, സബ് ഷെല്ലിൻ്റെ കേസിൽ എഫ് വരെ പഠിക്കാനുള്ളൂ. സോ നമ്മൾ പഠിച്ചു, എന്ത് പഠിച്ചു? ഷെൽസിൽ എങ്ങനെ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നു. ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് സബ് ഷെല്ലിൽ എങ്ങനെയാണ് ഈ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്ത് വരുന്നത് എന്നാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയൊക്കെയാണ് ഈ ഷെൽസ് സബ് ഷെല്ലായി മാറുന്നത്, ഏതൊക്കെ ഷെൽസിൽ ഏതൊക്കെ സബ് ഷെല്ലാണ് വരുന്നത് എന്നൊക്കെ പഠിക്കണം അല്ലേ. സോ നമുക്ക് അത് പഠിക്കാം. സോ ഷെൽസ് ഫസ്റ്റ് എന്ത് തന്നിട്ടുണ്ട്? ഷെൽസ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ K തന്നിട്ടുണ്ട്, L, M, N തന്നിട്ടുണ്ട്. ഈ ഷെൽസിനൊക്കെ എന്തുണ്ട്? ഒരു ഷെൽ നമ്പർ ഉണ്ട്. സോ നോക്കാം ഏതൊക്കെയാണ് ഈ ഷെൽസിൻ്റെ നമ്പർ. K 1 ആണ്, Lന് 2 ആണ്, Mന് എന്താണ് 3 ആണ്, Nന് എന്താണ് 4 ആണ്. സോ ഈ നമ്പേഴ്സില്ലേ, ഈ നമ്പേഴ്സ് K1 എന്ന് പറഞ്ഞില്ലേ, അത് അവരുടെ ഷെൽ നമ്പറുമാണ്. കൂടാതെ
അവയ്ക്കുള്ള സബ് ഷെൽസിൻ്റെ എണ്ണം കൂടെയാണ്. സോ കെയിൽ ഒരു സബ് ഷെല്ലാണ് ഉള്ളത്. എല്ലിലാകട്ടെ 2 എന്നാണ് ഷെൽ നമ്പർ. സോ 2 സബ് ഷെല്ലുണ്ട്. എമ്മിൽ 3 സബ് ഷെല്ലുണ്ട്. എന്നിൽ 4 സബ് ഷെല്ലുണ്ട്. സോ ഇവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ കെയിൽ 1 സബ് ഷെൽ, അതെന്താണ്? എസ് ആണ്. എല്ലിൽ 2 സബ് ഷെൽ, അത് എസ്സും ഉണ്ട് കൂടെ പിയും ഉണ്ട്. എമ്മിലാകുമ്പോൾ 3 എണ്ണം ഉണ്ട്, എസ് പി ഡി. അത് എന്നാകുമ്പോൾ 4 എണ്ണമായി, എസ് പി ഡി എഫ്. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് ഈ സബ് ഷെൽസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ്. സോ നോക്കൂ, കെയിൻ്റെ ഷെൽ നമ്പർ എന്തായിരുന്നു? 1 ആയിരുന്നു. അപ്പം നമ്മൾ ആദ്യം എന്തെഴുതണം? 1 എന്ന് എഴുതണം. അതിൻ്റെ കൂടെ സബ് ഷെല്ലിനെ എടുത്തെഴുതണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ എല്ലിനോ? എല്ലിൻ്റെ ഷെൽ നമ്പർ 2 ആയിരുന്നു. 2വിൻ്റെ കൂടെ സബ് ഷെൽ എന്ന് എഴുതുമ്പോൾ 2s. 2ൽ എന്തുണ്ട്? പി ഉണ്ട്. അപ്പം 2p. അതേപോലെ എമ്മിലോട്ട് വരുമ്പോൾ 3s 3p 3d വരുന്നുണ്ട്. എന്നിലോട്ട് പോകുമ്പോൾ 4s 4p 4d 4f വരുന്നുണ്ട്. 4 എണ്ണായില്ലേ? സോ ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ്സ്. മനസ്സിലായില്ലേ? ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് ആണ് ഒരു ഷെല്ലിൽ അല്ലെങ്കിൽ ഒരു സബ് ഷെല്ലിൽ വരിക എന്നതിനൊക്കെ എന്തുണ്ട്? ഒരു കണക്കുണ്ട്. സോ അത്രയും ഇലക്ട്രോൺസിനെ അവർക്ക് അവിടെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് എങ്ങനെയാണ്, എത്രയാണെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഷെൽസിൻ്റെ കേസിൽ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെയാണ് നമുക്ക് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലിൻ്റെ കേസിലോ അത് 8 ഇലക്ട്രോൺസ്. ഓക്കെ, എമ്മിൻ്റെ കേസിലാവുമ്പോൾ അത് 18 ഇലക്ട്രോൺസ് ആണ്. എന്നിൻ്റെ കേസിലാവുമ്പോൾ അത് 32 ഇലക്ട്രോൺസ് ആണ്. സബ് ഷെൽസിലോട്ട് വരുമ്പോൾ സബ് ഷെല്ലിൻ്റെ കേസിൽ എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസും പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസും ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോൺസും എഫ് സബ് ഷെല്ലിൽ 14 ഇലക്ട്രോൺസും 14 ഇലക്ട്രോൺസും ആണ് വരിക. സോ ഇത് നോക്കൂ, ഷെൽസിൻ്റെ സബ് എനർജി ലെവലാണ് സബ് ഷെൽ അല്ലേ? സോ ഇവരെങ്ങനെയാണ് റിലേറ്റഡ് എന്ന് നോക്കാം. ഷെൽസിൻ്റെ സബ് എനർജി ലെവൽസ് ആണ് സബ് ഷെൽ. സോ ഇവർ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. സോ നമുക്കറിയാം കെൻ്റെ സബ് ഷെൽ നമ്പർ എത്രയായിരുന്നു? 1 ആയിരുന്നു അല്ലേ? ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അതിന് എത്ര സബ് ഷെൽ പോസിബിൾ ആണ്? 1 സബ് ഷെൽ പോസിബിൾ ആണ്. അത് ഏതായിരുന്നു? എസ് ആയിരുന്നു അല്ലേ? സോ എസ്സിൽ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാ? 2 ആണല്ലേ? സോ കെയിലും എത്രയായിരിക്കും? കെയിൽ ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അതിലാകെ 2 ഇലക്ട്രോൺസിനെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കെയിലും എന്താണ്? 2 ഇലക്ട്രോൺസിനെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവർ തമ്മിൽ ടാലി ആയില്ലേ? ഇനി നോക്കൂ, ഇനി നമുക്ക് എല്ലിന് എടുക്കാം. എല്ലെടുക്കുന്ന സമയത്ത് എല്ലിൻ്റെ ഷെൽ നമ്പർ എത്രയായിരുന്നു? ഇറ്റ് വാസ് 2 അല്ലേ? സോ ആരൊക്കെ ഉണ്ട്? 2s ഉണ്ട്, പിന്നെ ആരായിരുന്നു? 2p ഉണ്ടായിരുന്നു അല്ലേ? സോ എസ്സിൽ എത്ര ഇലക്ട്രോൺസ് ആയിരുന്നു പോസിബിൾ? 2 ഇലക്ട്രോൺസ് പ്ലസ് പിയിൽ എത്ര ഇലക്ട്രോൺസാണ് പോസിബിൾ? നമ്മൾ നോക്കൂ, ഇവിടെ നോക്കൂ, പിയിൽ എത്ര ഇലക്ട്രോൺസാണ് പോസിബിൾ? 6 ഇലക്ട്രോൺസ് അല്ലേ? സോ 2 + 6 വരും. 2 + 6 വരുമ്പോൾ എത്രയാണ്? 8. ഈ 8 എന്താ? എൽ ഷെല്ലിൽ പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ ഈ റിലേഷൻഷിപ്പ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എമ്മിൻ്റെ നോക്കാം. എം നോക്കുന്ന സമയത്ത് എത്ര വരാ? എമ്മിൻ്റെ ഷെൽ നമ്പർ എന്തായിരുന്നു? 3 ആയിരുന്നു. അവിടെ ആരൊക്കെ ഏതൊക്കെ സബ് ഷെല്ലാണ് ഉണ്ടായിരുന്നേ? 3p 3s പിന്നെ 3d ആണല്ലേ ഉണ്ടായിരുന്നത്. ഡി ആണ് അവിടെ പുതുതായിട്ട് വന്നത് അല്ലേ? സോ എസ്സിൽ 2 ഇലക്ട്രോൺസ് പ്ലസ് പിയിലെ 6 ഇലക്ട്രോൺസ് പ്ലസ് ഡിയിലെ എത്ര ഇലക്ട്രോൺസാ? ഡിയിൽ 10 ഇലക്ട്രോൺസ്. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 18 കിട്ടും. സോ എമ്മിൽ എങ്ങനെയാണ് 18 ഇലക്ട്രോൺസ് പോസിബിൾ ആണ്? അവർ എങ്ങനെയാണ് സബ് ഷെല്ലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് എന്നിൻ്റെ കേസാണ്. സോ വെൻ വി കം ടു എന്നിൻ്റെ ഷെൽ നമ്പർ എന്തായിരുന്നു വരിക? 4 അല്ലേ? സോ എന്തൊക്കെ ഉണ്ട്? 4s ഉണ്ട്, 4p ഉണ്ട്, 4d ഉണ്ട്, കൂടാതെ 4f ഉണ്ട്. സോ 2 + p ആവുമ്പോൾ 6 + d ആവുന്ന സമയത്ത്
10 പ്ലസ് എഫ് ആവുന്ന സമയത്ത് എത്രയാ നോക്കൂ, 14 അല്ലേ. സോ ടോട്ടൽ വിൽ ബി 32. സോ ഇവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഈ ബോക്സ് ഫില്ല് ചെയ്യാം. സോ ബോക്സ് നോക്കൂ, ഫസ്റ്റിൽ എന്താ തന്നിട്ടുള്ളത്, ഷെൽ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. സോ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ആരാ ഉള്ളത്, കെ. 2 ആവുമ്പോൾ എൽ എം എൻ അല്ലേ. സോ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ എത്രയായിരുന്നു, കെ 2 ആണ് തന്നിട്ടുണ്ട്. എല്ലാവുമ്പോൾ നമ്മൾ കണ്ടു 8 ആണെന്ന് കണ്ടു. എം ആയിരിക്കുന്ന സമയത്ത് 18 ആയിരിക്കുമെന്ന് കണ്ടു. പിന്നെ 4 എൻ ആയിരുന്ന സമയത്ത് അത് 32 ആണെന്ന് കണ്ടിട്ടുണ്ട്. സോ നമുക്കറിയാം ഈച്ച് സബ്ഷെല്ലിലെ ഇലക്ട്രോൺസ് വരാം. അതെന്ത് ചെയ്യാം, നമുക്കിവിടെ എഴുതാം. 1s ആവുമ്പോൾ 2, 2s ആവുമ്പോൾ എസ് ആവുമ്പോൾ എന്താണ് 2 ആണല്ലേ. പി ആയിരിക്കുമ്പോൾ എന്താ വരിക, 6 വരും അല്ലേ. എസ് ആയിരിക്കുന്ന സമയത്ത് വീണ്ടും 2, 6, ഡി ആവുമ്പോൾ 10 ആൻഡ് എസ് ആവുമ്പോൾ വീണ്ടും 2, 6, 10 ആൻഡ് 14. സോ ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ മുന്നേ ചെയ്തു, മനസ്സിലായില്ലേ എങ്ങനെയാ ഈ ബോക്സ് ഫില്ല് ചെയ്യാന്നുള്ളത്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് സബ് ഷെൽ. ഷെല്ലിൽ എത്രയായിരുന്നു, അത് സബ് ഷെല്ലിലോട്ട് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അറേഞ്ച്മെന്റ് വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ. സോ ഇനി എന്താ നമുക്ക് നോക്കാനുള്ളത്, ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ് ഷെൽ. സബ് ഷെല്ലിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എന്നാണ് ഇനി നോക്കാനുള്ളത്. സോ ഇവിടെ നമുക്ക് ഹൈഡ്രജന്റെ കോൺഫിഗറേഷൻ, ഹൈഡ്രജന് എത്ര ഇലക്ട്രോൺ ഉണ്ട്, 1 ഇലക്ട്രോൺ ഉണ്ട്, ഫസ്റ്റ് എലമെന്റ് ആണ് എന്നൊക്കെ നമുക്കറിയാം. സോ എങ്ങനെയാണ് അതിനെ ഷെല്ലും സബ് ഷെല്ലുമായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. സോ ഷെൽ ഏതായിരിക്കും, ഫസ്റ്റ് ഷെൽ. ഫസ്റ്റ് ഷെല്ലിൽ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ K1 ആയിരിക്കും അല്ലേ. ഇറ്റ് വിൽ ബി K1. ഈ K1 എന്താണ്, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സോ ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആസ് വി സെഡ് 1 ആണ് അല്ലേ. സോ എങ്ങനെ എഴുതാ, നമ്മൾ കെനെ എങ്ങനെയായിരുന്നു, കെന്റെ സബ് ഷെല്ലിനെ എങ്ങനെയായിരുന്നു റെപ്രസെന്റ് ചെയ്തിരുന്നത്, ആദ്യം നമ്മൾ ഷെൽ നമ്പർ എഴുതും അല്ലേ. അതിന്റെ ശേഷം നമ്മൾ സബ് ഷെൽ ഏതാണെന്ന് എഴുതും. സോ സബ് ഷെൽ ഏതാണെന്ന് എഴുതും, അതിന്റെ ശേഷം അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് എഴുതും. സോ എങ്ങനെയാണ് 1s1 ഇതെങ്ങനെയാ വായിക്കുക, 1s1. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ ഇതുപോലെ മുകളിലായിട്ടാണ് കൊടുക്കുക. ഇതിന് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്നാണ് പറയാം. സോ 1s1 എന്തൊക്കെ ഉണ്ട്, ഷെൽ നമ്പർ ഉണ്ട്, പിന്നെ സബ് ഷെൽ ഉണ്ട്, അതിൻ്റെ കൂടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. ഓക്കെ. സോ ഇനി കോൺഫിഗറേഷൻ ഓഫ് കാർബൺ ആയിരുന്നല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. കോൺഫിഗറേഷൻ ഓഫ് കാർബണിൽ എന്തായിരുന്നു, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, K2L4 എന്ന് കണ്ടിട്ടുണ്ട് അല്ലേ. സോ അതിനെ ഇനി ഷെല്ലിലോട്ട് ഷെല്ലിൽ നിന്ന് സബ് ഷെല്ലിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് എഴുതാൻ നോക്കാം. K2 അല്ലേ. ഓക്കെ. സോ K എന്തായിരുന്നു, കെന്റെ ഷെൽ നമ്പർ എന്തായിരുന്നു, 1 ആയിരുന്നു അല്ലേ. സോ നമ്മൾ എന്തെഴുതണം, ആദ്യം 1 എന്ന് എഴുതണം. പിന്നെ ഷെൽ ഏതാ, എസ് ആയിരുന്നു അല്ലേ. കെയിൽ ആകെ ഒരു സബ് ഷെല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതേതാണ്, എസ് ആയിരുന്നു അല്ലേ. ആ എസിന്റെ കൂടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ വി ഹാവ് ടു റൈറ്റ് 2 ഹിയർ. പിന്നെ അതിന്റെ ശേഷം വരുന്നത് എൽ ആണ്. എല്ലിന്റെ ഷെൽ നമ്പർ 2 ആയിരുന്നു അല്ലേ. ഓക്കെ. സോ 2ൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എല്ലായിരുന്ന സമയത്ത് 2 സബ് ഷെൽസ് ഉണ്ടായിരുന്നു. സോ 2s ഉണ്ടായിരുന്നു, പിന്നെ കൂടെ 2pയും ഉണ്ടായിരുന്നു. ഈ എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് പോസിബിൾ. സോ അതിൻ്റെ കൂടെ നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് 2 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഇപ്പോൾ 4 ഇലക്ട്രോൺസ് ആയി. ഇനി ബാക്കി 2 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ആ 2 ഇലക്ട്രോൺസ് എവിടേക്കാ പോവാ, പി സബ് ഷെല്ലിലോട്ട് പോവും അല്ലേ. എൽ ഷെല്ലിന്റെ പി സബ് ഷെല്ലിലോട്ട് പോവും. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 1s2, 2s2, 2p2. സോ ഇവിടെ നോക്കൂ, എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായില്ലേ. ഇനി നോക്കൂ, 1s2, 2s2, 2p2. സോ ഫസ്റ്റ് വരുന്ന ഈ ഡിജിറ്റ്സ് എന്താണ്, ഷെൽ നമ്പർ ആണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സബ് ഷെല്ലിന് എഴുതും. സബ് ഷെല്ലിൻ്റെ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ ആ സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് വരുന്നത് അതിനെക്കുറിച്ചും എഴുതും. ഓക്കെ. സോ ഈ പോർഷൻ ക്ലിയർ ആയില്ലേ. ഇനി എനർജി ഓഫ് സബ് ഷെൽ, നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം,
എത്ര ഇലക്ട്രോൺസ് ആണ് ഓരോ സബ്ഷെല്ലിലും അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുക, എത്ര കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ എനർജി ലെവൽ. സോ നമ്മൾ പറയുന്നുണ്ട് 1s2 2s2 2p ഒക്കെ പറയുന്നുണ്ട്, അതിനുശേഷം 3 പിന്നെ 4 അങ്ങനെ വരുന്നുണ്ട് അല്ലേ. സോ ഈ പറയുന്ന നമ്പേഴ്സ് ആണോ അവരുടെ എനർജി ലെവൽ? നമുക്കറിയാം K L M N എന്നാണെന്നറിയാം. സോ 1 2 3 4 അങ്ങനെ വരും എന്നും നമുക്കറിയാം. പക്ഷെ അവിടെ ചില സബ്ഷെൽസിന് എന്തുണ്ട്? കമ്പാരബിൾ എനർജീസ് ഉണ്ട്. സോ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എന്തെഴുതാൻ? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന, അതായത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഉണ്ട്. സോ അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്തെഴുതാം? 1ൻ്റെ കൂടെയുള്ള ആദ്യം Kൻ്റെ എഴുതാം. സോ ദിസ് വിൽ ബി ഫോർ K and this will be for L and this will be for M N etc. നമുക്ക് N വരെയാണല്ലോ പഠിക്കാനുള്ളത്. സോ ഇത് ഇങ്ങനെ എഴുതിയതിൻ്റെ ശേഷം എന്ത് ചെയ്യാം? ഡയഗണൽസ് വരച്ചു കൊടുക്കാം. ഓക്കെ, സോ യെല്ലോ ലൈൻസ് നോക്കുന്നത് എന്താണ്? ഡയഗണൽസ് ആണ്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് റീഡ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എനർജി ലെവൽ വിൽ ബി, ഫസ്റ്റ് സബ്ഷെൽ വിൽ ബി 1s. ഓക്കെ, 1s. അത് കഴിഞ്ഞാൽ നമുക്കറിയാം 2s ആണെന്നുള്ളത് അല്ലേ. പിന്നെ ഏതാ വരുന്നത്? സോ ഡയറക്ഷനും ഉണ്ട് ഈ ആരോൻ്റെ കൂടെ അല്ലേ. സോ പിന്നെ വരുന്നത് 2p ആണ്. സെയിം ആരോയിൽ വരുന്ന 3s ആണ് നെക്സ്റ്റ് സബ്ഷെൽ. അതിൻ്റെ ശേഷം 3p 4s 3d 4p 5s ഇങ്ങനെ ആണ് നമ്മൾ എന്ത് പോകുന്നത്? എനർജീൻ്റെ ഓർഡർ പോകുന്നത്. സോ നമുക്ക് എഴുതി നോക്കിയാലോ എങ്ങനെയാണ്? 1s 2s 2p 3s അതിൻ്റെ ശേഷം താഴോട്ട് എഴുതാണേ 3p പിന്നെ 3p കഴിഞ്ഞാൽ എന്താണ്? 3d അല്ല, പകരം എനർജി ഓർഡർ വരുമ്പോൾ അവിടെ ആരാ വരുന്നത്? 4s ആണ് വരുന്നത്. 4s അതിൻ്റെ ശേഷമാണ് ആര് വരുന്നത്? 3d. 3d കഴിഞ്ഞിട്ട് 3d എവിടെയാണുള്ളത്? ഇവിടെയാണല്ലേ ഉള്ളത്. 3d കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? 4p ആൻഡ് സോ ഓൺ. സോ നമ്പർ ഇവിടെ നോക്കിയാൽ 4sന് ഗ്രേറ്റർ നമ്പർ ആണ്, 3d 3 ആണ്, 4നേക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ അതല്ലേ ആദ്യം വരുന്നതെന്ന് ചോദിച്ചാൽ എനർജി വരുമ്പോൾ ദേ ഹാവ് കമ്പാരബിൾ എനർജി. കമ്പാരബിൾ എനർജി വരുന്ന സമയത്ത്, അതായത് ഒന്നിന് ഇച്ചിരി കൂടുതൽ അങ്ങനെയാണ് നിൽക്കുന്നത്. അതിനകത്ത് ആർക്കാ കുറവ് എനർജി വരുന്നത്? 4sനാണ് ഇത്തിരി എനർജി കുറവ് വരുന്നത്. സോ ഈ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനർജി ഓർഡർ എഴുതുമ്പോൾ ആദ്യം ആരെ എഴുതണം? 4sനെ എഴുതണം, എന്നിട്ടേ 3dയെ എഴുതാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനെ എഴുതി നോക്കാം. നമുക്കിവിടെ സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. 21 ആണ് അറ്റോമിക് നമ്പർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ഇറ്റ്. ഓക്കെ, സോ നോക്കൂ എങ്ങനെ എഴുതിയിട്ടുള്ളത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഓർഡർ ഓഫ് എനർജിയാണ് തന്നിട്ടുള്ളത്. ഓർഡർ ഓഫ് എനർജി നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s2 ആൻഡ് 3d1. ആദ്യം എന്താ ഫില്ല് ചെയ്തേ? 4s2 ആണ് ഫില്ല് ചെയ്തത്. എനർജി ലെവൽ നോക്കുമ്പോൾ ആദ്യം വരുന്ന ലോവർ എനർജി ആയിട്ടുള്ള 4sനെയാണ് ആദ്യം ഫില്ല് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇനി നോക്കൂ ഓർഡർ ഓഫ് ഷെൽസ്. ഇത് ഷെൽസിൻ്റെ ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ 1s2 2s2 2p6 3s2 3p6 3d1 ആൻഡ് 4s2. നമ്മൾ ഷെല്ലിൻ്റെ ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം 3 എന്ന നമ്പറിൽ എഴുതണം. ആദ്യം വരുന്നത് ആരാണ്? K കഴിഞ്ഞ് L കഴിഞ്ഞ് M ആണല്ലോ അല്ലേ. സോ ഷെല്ലിൻ്റെ ഓർഡറിൽ എഴുതുന്ന സമയത്ത് ആദ്യം 3നെ എഴുതണം. ഓക്കെ, എനർജി ഓർഡറിൽ വരുമ്പോൾ ആദ്യം 4sനെ എഴുതണം, അതിൻ്റെ ശേഷം 3dനെ എഴുതണം. പക്ഷേ എന്തിൻ്റെ ഓർഡർ വരുമ്പോൾ? ഷെല്ലിൻ്റെ ഓർഡർ വരുന്ന സമയത്ത് നമ്പർ വൈസ് പോകണം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മളിപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഇതെന്താണ്? ലെങ്തി ആണല്ലേ. സോ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും. എങ്ങനെയാണ് ചുരുക്കി എഴുതാൻ പറ്റുക? നോബിൾ ഗ്യാസസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് എഴുതും. നോബിൾ ഗ്യാസസ് ആരായിരുന്നു? ഇനേർട്ട് ഗ്യാസസ് അല്ലേ. ലാസ്റ്റ് ഗ്രൂപ്പിലുള്ള അവരെന്ത് ചെയ്യില്ല? റിയാക്ട് ചെയ്യില്ല. അവർ സ്റ്റേബിൾ ആണ്, ഒക്ടറ്റ്സ് കംപ്ലീറ്റഡ് ആണ്. സോ സ്റ്റെബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർ റിയാക്ട് ചെയ്യില്ല.
ഈ റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരെന്താണ്, സ്റ്റേബിൾ ആയിട്ടാണല്ലേ ഇരിക്കുന്നത്. സോ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് ബാക്കി എല്ലാ എലമെന്റ്സിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ടാക്കി എഴുതാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം. സോ നമ്മൾ തന്നിട്ടുള്ള സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നും കൂടെ നോക്കാം. സോ 1s2, 2s2, 2p6, 3s2, 3p6, 3d1 and 4s2 ആണല്ലോ. ഇതെന്ത് ഓർഡർ ആയിരുന്നു? 3d, 1 and 4s2 വാസ് ദ ഓർഡർ ഓഫ് എനർജി അല്ലേ. സോ ഇനി ഇതിനെ നോബിൾ ഗ്യാസിന്റെ ഫോമിലോട്ട് എഴുതുമ്പോൾ നമുക്ക് ഈ സ്കാൻഡിയത്തിന്റെ തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ആരായെന്ന് അറിയണം. ആരാണ്? ആർഗൺ ആണ് അല്ലേ. ആർഗൺ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 18 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇവിടെ തന്നിട്ടുണ്ട് 18 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനെ നമ്മൾ എഴുതി നോക്കാം. സോ 1s2, 2s2, 2p6, 3s2, 3p6. സോ ഈ സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആരുടെയിലുണ്ട്? സ്കാൻഡിയത്തിനകത്തുണ്ട്. ഏതാ? 3p6 വരെ അല്ലേ. സോ ഈ സംഭവം അതിനകത്തും വരുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ആർഗണുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ റീപ്ലേസ് ചെയ്യുക? ആർഗൺ എഴുതിയിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. എങ്ങനെയാ? ആർഗൺ എഴുതിയതിന് ശേഷം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. സോ ആർഗൺ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താകും? അവിടെ വരെ ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതിന്റെ ശേഷം നമ്മൾ ബാക്കി വരുന്ന ഈ 3d1 and 4s2 എഴുതി കഴിഞ്ഞാൽ എന്തായി മാറും? 21 ഇലക്ട്രോൺസ് ആയി മാറും. അത് ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാ? സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. മനസ്സിലായില്ലേ? സോ ദിസ് ഇസ് ഹൗ വി റൈറ്റ് എ ഷോർട്ട് ഫോം, അല്ലെങ്കിൽ നോബിൾ ഗ്യാസിന്റെ ടേംസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എലമെന്റ് ചൂസ് ചെയ്തിട്ട് അതിൽ നോബിൾ ഗ്യാസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആ എലമെന്റിന്റെ തൊട്ട് മുന്നേ വന്ന നോബിൾ ഗ്യാസ് ഏതാണോ ആ ഗ്യാസിനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. സോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു പെക്യുലാരിറ്റി ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. കോപ്പറിനും ക്രോമിയത്തിനും ഒരു പെക്യുലാരിറ്റി ഉണ്ട്, അവർ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ അതെന്താന്ന് നോക്കാം. എന്താണ്? ക്രോമിയം 24, ക്രോമിയത്തിൽ 24 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 24 ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? 1s2, 2s2, 2p6, 3s2, 3p6, 4s2 and 3d4. നമ്മൾ പറഞ്ഞു എനർജി ഓർഡറിൽ വരുമ്പോൾ ആദ്യം എസ് പിന്നെ ഡി ഒക്കെ ഫില്ല് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ദിസ് വിൽ ബി എനർജി ഓർഡർ. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ സംഭവിക്കുന്നത്? ഇവർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് റീഅറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നോക്കൂ, ദിസ് ഇസ് 4s ആൻഡ് ദിസ് ഇസ് 3d. 4s എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. സോ അവിടെ 3dയിൽ നോക്കൂ, 3dയിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 4 ഇലക്ട്രോൺസ് ഉണ്ട് ആൻഡ് 1 ഓർബിറ്റൽ. സബ്ഷെല്ലിന്റെ വീണ്ടും എനർജിയുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഓർബിറ്റൽ. ഈ ഓർബിറ്റൽ എന്താണ്? എംപ്റ്റി ആണ്. സോ ഈ ഓർബിറ്റലിലോട്ട് 4s എന്നൊരു ഇലക്ട്രോൺ പോവും. ഓക്കെ, ആൻഡ് ദേ വിൽ റീഅറേഞ്ച് ലൈക്ക് ദിസ്. ഇപ്പൊ എന്തായി? 4sൽ 1 ഇലക്ട്രോൺ ആയി. അതിന് ശേഷം 3dയിൽ എത്ര ഇലക്ട്രോൺസ് ആയി? 5 ഇലക്ട്രോൺസ് ആയി. സോ ഡിയിൽ എന്തുണ്ടായിരുന്നു? 5 സ്പേസസ് ഉണ്ടായിരുന്നു. ആ 5 സ്പേസസിലും ഓരോ ഇലക്ട്രോൺസ് വന്നു. സോ ദിസ് ഇസ് ലൈക്ക് ഹാഫ് ഫിൽഡ്. എന്തായി? ഹാഫ് ഫിൽഡ് ആയി. ഈ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിന് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് സബ്ഷെല്ലിന് എന്തുണ്ട്? കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്. സോ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ റീഅറേഞ്ച്മെന്റ് നടക്കും. സോ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് സബ്ഷെൽ ഇസ് സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ എന്തായിട്ട് എഴുതാൻ പറ്റും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ റീഅറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ സാധാരണ പോലെയല്ല, ഒരു പെക്യുലാരിറ്റി ഉണ്ട്. അവർ റീഅറേഞ്ച് ചെയ്ത ഫോമിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ അതെങ്ങനെയായിരിക്കും വരിക? ബാക്കിയെല്ലാം സെയിം ആണ്. 4sന്റെയും 3dന്റെയും അറേഞ്ച്മെന്റ് മാത്രം മാറും. 4sൽ 1 ഇലക്ട്രോൺ 3dയിലോട്ട് പോയി. സോ 4s1 ആൻഡ് 3d 5. ഓക്കെ, സോ ഇത് എന്തിന്റെ കേസിലായിരുന്നു? നമ്മുടെ ക്രോമിയത്തിന്റെ കേസിലായിരുന്നു. ഇനി സെയിം കേസ്, ഒരു ചെറിയ കാര്യം മാത്രം ഡിഫറൻസ് ഉള്ള ഒരു സെയിം കേസ് വരുന്നുണ്ട്. ഇത് ഹാഫ് ഫിൽഡ് ആയിരുന്നു. ഫുൾ ഫിൽഡ് വരുന്ന കേസിൽ, ഫുൾ ഫിൽഡ് വരുമ്പോൾ അതായത് 3d10 വരും. ആർക്കാ വരിക? കോപ്പറിന് വരും അല്ലേ. സോ കോപ്പറിന്റെ കേസിലും സെയിം തിങ് ഹാപ്പൻ ചെയ്യും. എന്താണ്? കോപ്പർ 29. കോപ്പർ 29ൽ വരുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 4s1 ആൻഡ് 3d10. സോ 4s2 ആൻഡ് 3d9 ആയിരുന്നു. അതിലെ എസ്സിലെ 1 ഇലക്ട്രോൺ 10 ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് 3dയിലോട്ട് ജമ്പ് ചെയ്യും. ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി, മാക്സിമം സ്റ്റെബിലിറ്റി കിട്ടും. സോ ഈ റീഅറേഞ്ച്മെന്റ് നടക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? 4s1 ആൻഡ് 3d10. ഫുൾ ഫിൽഡ് കേസ് ആൻഡ് ഹാഫ് ഫിൽഡ് കേസിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ക്രോമിയവും കോപ്പറും റീഅറേഞ്ച് ചെയ്യും. ദീസ് ആർ ദ പെക്യുലാരിറ്റി ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. സോ ഇനി പഠിക്കാനുള്ളത്
നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ചാപ്റ്ററിന്റെ സെക്കൻഡ് സെക്ഷൻ ഏതായിരുന്നു? പീരിയോഡിക് ടേബിൾ ആയിരുന്നു അല്ലേ? സോ പീരിയോഡിക് ടേബിളിൽ എന്താക്കി തിരിച്ചിട്ടുണ്ട്? ബ്ലോക്സ് ആക്കി തിരിച്ചിട്ടുണ്ട്. സോ എന്തടിസ്ഥാനത്തിലാണ് അവരെ ബ്ലോക്സ് ആക്കി തിരിച്ചിട്ടുള്ളത്? അപ്പൊ നമ്മൾ സബ് ഷെൽസ് പറഞ്ഞു. ഈ സബ് ഷെൽസിന്റെ പേരാണ് ഓരോ ബ്ലോക്കിനുള്ളത്. എസ്, പി, ഡി, എഫ്. ഓക്കെ, സോ ഇതെങ്ങനെ വരുന്നേ? ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലാണോ പോകുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവര് ബ്ലോക്സ് ആയിട്ട് തിരിച്ചിട്ടുള്ളത്. സോ എസ് സബ് ഷെല്ലിലോട്ട് ലാസ്റ്റ് ഇലക്ട്രോൺ പോകുമ്പോൾ എന്തായിരിക്കും? എസ് ബ്ലോക്കിലായിരിക്കും വരിക. സോ എസ് ബ്ലോക്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വിൽ ബി എൻറ്ററിങ് ടു ദ എസ് സബ് ഷെൽ. സോ എസ് സബ് ഷെല്ലിൽ എന്തൊക്കെ ഉണ്ട്? 1 ഇലക്ട്രോണും വരാം, 2 ഇലക്ട്രോണും വരാം അല്ലെ? മാക്സിമം കപ്പാസിറ്റി 2 ഇലക്ട്രോൺസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർക്ക് 2 ഗ്രൂപ്പ്സ് ഉണ്ട്. അതുപോലെ തന്നെ പി സബ് ഷെല്ലിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നതിൽ എന്തായി മാറും? പി ബ്ലോക്ക് ആയിട്ട് മാറും. അതുപോലെ ഡി സബ് ഷെല്ലിൽ ഇലക്ട്രോൺസ്, ലാസ്റ്റ് ഇലക്ട്രോൺ ഡി സബ് ഷെല്ലിലാണ് ഫില്ല് ചെയ്യുന്നത് എങ്കിൽ അതെന്തായി മാറും? ഡി ബ്ലോക്ക് ആയിട്ട് മാറും. പിന്നെ എഫ് ബ്ലോക്കിൽ എഫ് സബ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ബ്ലോക്ക് എലിമെന്റ് ആയിട്ട് മാറും. സോ ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിളിനെ ബ്ലോക്സ് ആക്കി തിരിച്ചിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് സബ് ഷെല്ലിലാണോ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നമുക്ക് ഈ എല്ലാ ബ്ലോക്സും പഠിച്ചു. എസ് പഠിച്ചു, പി പഠിച്ചു, ഡി പഠിച്ചു, എഫ് പഠിച്ചു. സോ ഇവരുടെ പെക്യുലാരിറ്റീസും ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സും എങ്ങനെയൊക്കെയാണ് നമുക്ക് ഏത് ബ്ലോക്കിലുള്ള എലമെന്റ് ആണ്, ഏത് ഗ്രൂപ്പിലുള്ള എലമെന്റ് ആണ്, ഏത് പീരിയഡിലുള്ള എലമെന്റ് ആണ് എന്നൊക്കെ തിരിച്ചറിയാം എന്ന് നോക്കാം. സോ അതിനു വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, ബ്ലോക്സും തന്നിട്ടുണ്ട്, പീരിയഡ് നമ്പറും തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് നമ്പറും തന്നിട്ടുണ്ട്. സോ ബ്ലോക്സ് ഏതൊക്കെയാ? എസ്, പി, ഡി, എഫ്. സോ ഇവരുടെ ഒക്കെ പീരിയഡ് നമ്പർ എങ്ങനെയാ കാണാം? പീരിയോഡിക് ടേബിളിൽ എന്തുണ്ട്? ഗ്രൂപ്പ്സ് ഉണ്ട്, പീരിയഡ്സ് ഉണ്ട്. പീരിയഡ്സ് എന്താ? ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. എന്താണ്? ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ പീരിയഡ് എന്ന് പറയും, വെർട്ടിക്കലി അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് പറയും അല്ലേ? സോ അതിനകത്ത് ഒരു പെർട്ടിക്കുലർ എലമെന്റ് എടുക്കുമ്പോൾ അതിന് ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഉണ്ടാവും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. സോ ഇവിടെ നമുക്ക് ബ്ലോക്സും തന്നിട്ടുണ്ട്, പീരിയഡ് നമ്പർ തന്നിട്ടുണ്ട്, പിന്നെ ഗ്രൂപ്പ് നമ്പറും തന്നിട്ടുണ്ട്. സോ ഇവരെ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ആ എലമെന്റിന്റെ അഡ്രസ് ആണ്. സോ ഏത് ബ്ലോക്കിൽ, ഏത് പീരിയഡിൽ, ഏത് ഗ്രൂപ്പിൽ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതിനകത്ത് ആദ്യം എസ് ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് എസ് ബ്ലോക്ക് ആയാലോ, പി ബ്ലോക്ക് ആയാലും, ഡി ബ്ലോക്ക് ആയാലും, എഫ് ബ്ലോക്ക് ആയാലും പീരിയഡ് നമ്പർ എപ്പോഴും എന്തായിരിക്കും? പീരിയഡ് നമ്പർ എപ്പോഴും എന്തായിരിക്കും? അതിലെ ഷെല്ലിലെ നമ്പർ, ലാർജസ്റ്റ് ഷെല്ലിന്റെ നമ്പർ, ഷെൽ നമ്പർ ആയിരിക്കും അതിന്റെ പീരിയഡ് നമ്പർ. സോ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതാറ്? ആദ്യം എന്തെഴുതും? ഷെല്ലിന്റെ നമ്പർ എഴുതും, അതിന്റെ ശേഷം സബ് ഷെൽ എഴുതും, അതിന്റെ മുകളിൽ എത്ര ഇലക്ട്രോൺസ് ആ സബ് ഷെല്ലിൽ ഉണ്ട് എന്ന് എഴുതും അല്ലേ? സോ ഈ എഴുതുന്ന ഷെല്ലിലെ നമ്പറിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണോ അതായിരിക്കും അതിന്റെ പീരിയഡ് നമ്പർ വരുന്നത്. ഓക്കെ, ഇനി ഗ്രൂപ്പ് നമ്പറോ? ഗ്രൂപ്പ് നമ്പർ ഇതുപോലെ എല്ലാവർക്കും കോമൺ അല്ല, എല്ലാവർക്കും സ്പെഷ്യൽ ആണ്. അതിൽ എസ്സിൽ വരുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ഷെൽ. വാലൻസ് ഷെൽ എന്തായിരുന്നു? അതിലെ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഏത് ഷെല്ലിലോട്ടാണോ ഇലക്ട്രോൺ പോകുന്നത് അതിനെയാണ് നമ്മൾ വാലൻസ് ഷെൽ എന്ന് പറയാം അല്ലേ? സോ നോക്കൂ, നമുക്ക് ഇവിടെ ഒരു മോഡൽ വരക്കാം. ന്യൂക്ലിയസ്, കുറേ ഷെൽസ്. സോ ലാസ്റ്റ് ഇലക്ട്രോൺ ഇതിലാണ് വരുന്നത്, ലാസ്റ്റ് ഷെല്ലിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? വാലൻസ് ഷെൽ എന്ന് പറയും. ഓക്കെ, വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും ഇലക്ട്രോൺസ് ആണ്, അത്രയും നമ്പർ ആണ് എന്ത്? എസ്സിലെ, എസ് ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ വരിക. മനസ്സിലായില്ലേ? ഇനി നോക്കൂ, എന്താണ് പി ബ്ലോക്കിൽ എന്താ വരിക? പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ എന്താ വരിക? വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് 10. വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ 2 + 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഇനി ഡി ബ്ലോക്കിന്റെ സമയത്ത് ഡി ബ്ലോക്ക് നോക്കുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ n-1 d. n-1 എന്ന് പറയുമ്പോൾ വാലൻസ് ഷെല്ലിലെ n ആക്കി ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിനെ നമ്മൾ n-1 ആയിട്ട് ഡിനോട്ട് ചെയ്യും. സോ ഈ n-1 ഡിയിലുള്ള ഇലക്ട്രോൺസിന്റെ, അതായത് വാലൻസ് ഷെല്ലിന്റെ ഉള്ളിലുള്ള ഷെല്ല്, അതിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം പ്ലസ് എന്നിൽ
അതായത് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം. വാലൻസ് ഷെല്ലിലെ എസ്സിൽ ഉള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം പ്ലസ് അതിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലെ ഡിയിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. ആരുടെ? ഡി ബ്ലോക്കിന്റെ. ഇനി പറയാനുള്ളത് എഫ് ബ്ലോക്കിന്റെ ആണ്. എഫ് ബ്ലോക്ക് എപ്പോഴും എന്തായിരിക്കും? തേർഡ് ഗ്രൂപ്പ് ആയിരിക്കും. എഫ് ബ്ലോക്ക് വിൽ ഓൾവേസ് ഹാവ് തേർഡ് ഗ്രൂപ്പ് നമ്പർ. ഗ്രൂപ്പ് നമ്പർ എപ്പോഴും 3 ആയിരിക്കും. ഓക്കെ, സോ ഈ പോർഷൻ മനസ്സിലായില്ലേ? എസിന്റെ കേസിൽ വരുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ഷെൽ, പിന്റെ കേസിൽ വരുമ്പോൾ വാലൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്ലസ് 10, ആൻഡ് ഡിന്റെ കേസിൽ വരുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ n-d പ്ലസ് ns. എസിലും ഡിയിലുള്ള ഇലക്ട്രോൺസിന്റെ വാലൻസ് ഷെല്ല് എസിലും അതിൻ്റെ തൊട്ടുള്ളിലുള്ള പെനൾട്ടിമേറ്റ് ഷെല്ല് ഡിന്റെയും ഉള്ളിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം ആഡ് ചെയ്തതുമാണ് ഡി ബ്ലോക്കിൽ വരുമ്പോൾ ഗ്രൂപ്പ് നമ്പർ. ആൻഡ് എഫ് ബ്ലോക്കിൽ വരുമ്പോൾ ഇറ്റ് വിൽ ബി ഓൾവേസ് 3. പീരിയഡ് ആണെങ്കിൽ ലാർജസ്റ്റ് ഷെൽ നമ്പർ ആയിരിക്കും വരിക. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് ഓരോ ബ്ലോക്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ നമുക്ക് ആദ്യം എസ് ബ്ലോക്കിനെ കുറിച്ച് പഠിക്കാം. എസ് ബ്ലോക്കിനെ നമ്മൾ എപ്പോഴും പറയാറ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. ബിക്കോസ് ദെയർ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക്. ഓക്കെ, സോ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എന്താണ്? എസ് ബ്ലോക്കിൽ പെട്ടതാണ്. അവരെ നമ്മൾ ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നു. പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് ആകുമ്പോൾ അവർ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പ് ആകുമ്പോൾ അവർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. യൂഷ്വലി എസ് ബ്ലോക്ക് എലമെന്റ്സ് അയോണിക് ബോണ്ടാണ് കാണിക്കാറ്. കാരണം അവർ പെട്ടെന്ന് ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് കാറ്റയോൺസ് ആയിട്ട് മാറും, പ്ലസ് ചാർജുള്ള അയോൺസ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായതുകൊണ്ട് അയോണിക് ബോണ്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തായിരുന്നു? ഇലക്ട്രോൺസിനെ പെട്ടെന്ന് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ആയിരുന്നു. സോ ഇവർ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസിനെ പെട്ടെന്ന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ they have less ഇലക്ട്രോനെഗറ്റിവിറ്റി. പിന്നെ ലെസ് അയോണൈസേഷൻ എനർജി. നമ്മൾ പറഞ്ഞു പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. സോ എന്താണ്? കുറച്ച് എനർജി കൊടുത്താൽ അയോൺ ആയിട്ട് മാറും. അതുകൊണ്ട് ലെസ് അയോണൈസേഷൻ എനർജിയാണ് കാണിക്കുന്നത്. സോ ഏതൊക്കെയാ? ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് എസ് ബ്ലോക്കിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാം, വിച്ച് ഇസ് പി ബ്ലോക്ക് എലമെന്റ്സ്. സോ പി ബ്ലോക്ക് എലമെന്റ്സിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സോ പി ബ്ലോക്ക് എലമെന്റ്സ് നോക്കൂ, കളർഫുൾ ആയിട്ടാണല്ലേ ഇരിക്കുന്നത്. സോ ഇവിടെ ബ്ലൂ കളർ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? മെറ്റൽസ് ആണെന്നല്ലേ. ഗ്രീൻ കളർ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? അതിൽ നോൺ മെറ്റൽസ് ഉണ്ട്. കൂടാതെ മെറ്റലോയിഡ്സ് ഉണ്ട്. മെറ്റലോയിഡ്സ് എന്താ? മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടി കാണിക്കുന്നവരെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുന്നത്. സോ പിന്നെ നോബിൾ ഗ്യാസസും ഉണ്ട്. പി ബ്ലോക്കിൽ നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോബിൾ ഗ്യാസസ് ഉണ്ട്. സോ ദിസ് ഇസ് എ വെരി സ്പെഷ്യൽ പെക്യുലാരിറ്റി ഓഫ് പി ബ്ലോക്ക് എലമെന്റ്. ഓക്കെ, ഇനി എന്താ? ഇവര് പി ബ്ലോക്ക് എലമെന്റ് 13 മുതൽ 18 ഗ്രൂപ്പ് വരെയാണ്. സോ നോക്കൂ, 13 മുതൽ 18 വരെയാണ് അവർ റേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ മെറ്റലോയിഡ്സ് ആൻഡ് നോൺ മെറ്റൽസ് ആർ പ്രസന്റ് ആസ് വി സെഡ്. പിന്നെ ഹൈ അയോണൈസേഷൻ എനർജി. ഇവർക്ക് നമ്മൾ ഹയർ അയോണൈസേഷൻ എനർജി, കൂടുതൽ എനർജി കൊടുത്താലേ അയോൺസ് ആയിട്ട് മാറുള്ളൂ. എലമെന്റൽ സ്റ്റേറ്റിൽ, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അയോൺസ് ആക്കി മാറ്റാൻ നമ്മൾ കൊടുക്കുന്ന എനർജിനെയാണ് നമ്മൾ അയോണൈസേഷൻ എനർജി എന്ന് പറയാം. സോ കൂടുതൽ എനർജി കൊടുത്താലേ അവർ അയോൺസ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. പി ബ്ലോക്കിന്റെ സ്പെഷ്യാലിറ്റി ആണ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. പെട്ടെന്ന് ഇലക്ട്രോണിനെ സ്വീകരിക്കും. സോ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലമെന്റും പി ബ്ലോക്കിലാണ്, വിച്ച് ഇസ് ഫ്ലൂറിൻ. സോ നമ്മുടെ ഫ്ലൂറിനാണ് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. സോ പി ബ്ലോക്ക് മനസ്സിലായില്ലേ? ദീസ് ആർ പെക്യുലാരിറ്റീസ് ഓഫ് പി ബ്ലോക്ക്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സിൽ വരുമ്പോൾ ഏത് മുതലാ? 3 to 12 ആണ് വരുന്നത്. 3 to 12 ഗ്രൂപ്പ്സ് ആണ് ഡി ബ്ലോക്കിന്റെ അണ്ടറിൽ വരുന്നത്. ഇവര് ഇലക്ട്രോൺസ്, ലാസ്റ്റ് ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലല്ല, അതായത് അവസാനത്തെ ഷെല്ലിലല്ല ഫില്ല് ചെയ്യുന്നത്, അതിന്റെ തൊട്ടുള്ളിലുള്ള പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഫില്ല് ചെയ്യുന്നത്. സോ ഇവരെ എന്തും കൂടെ വിളിക്കും? ദീസ് ആർ ഓൾ മെറ്റൽസ്. ഇവരെ എന്തും കൂടെ വിളിക്കും? ട്രാൻസിഷൻ മെറ്റൽസ്.
മെറ്റൽസിൽ ട്രാൻസിഷൻ സംഭവിക്കുന്ന സ്റ്റേജാണ് ഈ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ. സോ ഇവരെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. പിന്നെ ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട്, കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ കളേർഡ്. സോ ഈ അയോൺസ്, ഈ മെറ്റൽസ് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യുന്ന സമയത്ത് അയോൺസ് ആക്കി മാറും. സോ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ അയോൺസിന് ഒരു പെക്യുലാരിറ്റി ഉണ്ട്, സ്പെഷ്യാലിറ്റി ഉണ്ട്, അവർ കളർ കാണിക്കും. ഓക്കെ, ആൻഡ് ദേ ഷോ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവർ എന്തുണ്ട്, വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞു പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഫില്ല് ചെയ്യുന്നത്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. സോ ലാസ്റ്റ് ഇലക്ട്രോൺ ഡി ബ്ലോക്കിലാണ് പോകുന്നത്. സോ എസിനെയും ഡിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദേ ഹാവ് എ കമ്പാരബിൾ എനർജി. സോ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് എന്തുകൂടെ സംഭവിക്കും, എസിലെയും ഇലക്ട്രോൺസും ഡിയിലെ ഇലക്ട്രോൺസും റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അവരുടെ ചെറിയ എനർജി ഗ്യാപ്പ് കാരണം. സോ അതുകൊണ്ട് തന്നെ ഇവർ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് അയേണിൻ്റെ കേസിൽ എന്തുണ്ട്, Fe2+ കാണിക്കുന്നുണ്ട്, Fe3+ കാണിക്കുന്നുണ്ട്. സോ ദീസ് ആർ പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇനി നമുക്ക് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാം. എഫ് ബ്ലോക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവർ ഏത് ഗ്രൂപ്പ് നമ്പർ എന്തായിരുന്നു നമ്മൾ പഠിച്ചു, 3 ആണല്ലേ. സോ ദേ ബിലോങ് ടു തേർഡ് ഗ്രൂപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും ആയിട്ടാണ് അവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ വരുന്നത് എന്താണ്, ലാന്തനോയിഡ്സ് ആണ്. പിന്നെ രണ്ടാമത് വരുന്നത് ആക്ടിനോയിഡ്സ് ആണ്. സോ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്, നമ്മൾ ഡി ബ്ലോക്കിൽ പറഞ്ഞു എസ് ആണ് പുറത്ത് വരുന്നത്, വാലൻസ് ഷെല്ലാണ്. അതിൻ്റെ ഉള്ളിൽ പെനൾട്ടിമേറ്റ് ഷെല്ലിൽ ഡി ആണെന്ന് പറഞ്ഞു. എഫ് ആവുന്ന സമയത്ത് അതിൻ്റെയും ഉള്ളിൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ, പെനൾട്ടിമേറ്റ് ഷെല്ലിൻ്റെയും ഉള്ളിലുള്ള ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലായിട്ടുള്ള എഫ് സബ് ഷെല്ലിലാണ് ഫില്ല് ചെയ്യുന്നത് ഇലക്ട്രോൺസ്. ഓക്കെ, ആൻഡ് പിന്നെ വരുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ദീസ് എലമെൻറ്റ്സ് ആർ റേഡിയോ ആക്റ്റീവ്. അവർ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ എലമെൻറ്റ്സ് ആണ് കൂടുതലും എഫ് ബ്ലോക്കിലുള്ളത്. പിന്നെ എക്സാമ്പിൾ ആയിട്ടുള്ള യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം ഒക്കെ എന്താണ്, ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഫ് ബ്ലോക്കും കാണിക്കുന്നുണ്ട്. ലൈക്ക് വി സെഡ് ബിക്കോസ് ഓഫ് ദ എനർജി ഗ്യാപ്പ് ഇസ് വെരി ലെസ്. ഓക്കെ, പിന്നെന്താണ്, ദേ ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് ആയിട്ടും എഫ് ബ്ലോക്ക് എലമെൻസിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയായിരുന്നു, ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്, ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആയിട്ട് അവർ അറിയപ്പെടുന്നുണ്ട്. റേഡിയോ ആക്റ്റീവും ആർട്ടിഫിഷ്യലും എലമെൻറ്റ്സ് ആണ് എഫ് ബ്ലോക്കിൽ കൂടുതലായിട്ടുള്ളത്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം പോലത്തെ എലമെൻസിനെ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. സോ നമുക്കിനി ഒരു ചെറിയ കൺക്ലൂഷൻ കൊടുക്കാം. സോ ഇവിടെ നമുക്ക് പീരിയോഡിക് ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഇവിടെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് വരുന്നത്. ഇവിടെ ആരായിരുന്നു, പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിരുന്നു വന്നിരുന്നത്. പിന്നെ ഡി ബ്ലോക്ക് എലമെൻറ്റ് മിഡിലും താഴെയായിട്ട് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സും ആയിരുന്നല്ലേ വന്നിരുന്നത്. സോ ഇതിനകത്ത് നമുക്ക് കൂടുതൽ അറ്റോമിക് റേഡിയസ് ഉള്ളത്, അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂക്ലിയസ് നിന്ന് ഓരോ ഷെല്ല് കൂടുന്തോറും അവസാനത്തെ ഷെല്ല് വരെയുള്ള വാലൻസ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിന്, ന്യൂക്ലിയസ് നിന്ന് വാലൻസ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തായിട്ട് എടുക്കും, അറ്റോമിക് റേഡിയസ് ആയിട്ട് എടുക്കും. സോ അറ്റോമിക് റേഡിയസ് എപ്പോഴും ആർക്കായിരിക്കും കൂടുതൽ, എസ് ബ്ലോക്കിലുള്ള എലമെൻസിനായിരിക്കും കൂടുതൽ. സോ ആരോ നോക്കൂ, എസ് ബ്ലോക്കിലോട്ടല്ലേ വരുന്നത്. സോ എക്സ് ബ്ലോക്ക് തന്നെ താഴെയുള്ള ഗ്രൂപ്പിൽ താഴെയുള്ള എലമെൻസിനായിരിക്കും കൂടുതൽ റേഡിയസ് വരിക. ഇനി നോൺ മെറ്റാലിക് ക്യാരക്ടർ നമ്മൾ ഏതിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, എല്ലാം ഉള്ള ഒരു ബ്ലോക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. സോ അതേതായിരുന്നു, പി ബ്ലോക്ക് ആയിരുന്നു. സോ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിരിക്കാം, പി ബ്ലോക്ക് എലമെന്റിനാണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ളത്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ കൂടുതൽ വരുന്നത് എസ് ബ്ലോക്കിലോട്ടും ഡി ബ്ലോക്കിലോട്ടും എഫ് ബ്ലോക്കിലോട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെന്താ ഉള്ളത്, ഇലക്ട്രോൺ അഫിനിറ്റി ഉണ്ട്. ഇലക്ട്രോൺ അഫിനിറ്റി എന്തായിരുന്നു, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നത് ഏത് സൈഡിലോട്ടാ, പി ബ്ലോക്കിന്റെ സൈഡിലോട്ടാണ്. സോ പി ബ്ലോക്കിനാണ് കൂടുതൽ ഹയർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. ഓക്കെ, അയോണൈസേഷൻ എനർജി എന്തായിരുന്നു, എലമെന്റൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അതിനെ അയോൺ ആക്കി കൊടുക്കാൻ നമുക്ക് കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരുന്നത് ആർക്കാ,
പി ബ്ലോക്കിൻ്റെ സൈഡിലോട്ടാണ്. ഓക്കെ, സോ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവിഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടിപൊളിയാക്കി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.